കണ്ടതായി ഇദ്ദേഹം നടിച്ചിട്ടില്ല. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ RSSന്റെ സംഘപരിവാർ വൽക്കരണമാണ് നടക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളും രേഖകളും വാർത്തകളും പുറത്തു വന്നിട്ട് ഒരിക്കൽ പോലും ഒരു അഭിപ്രായം പറയാൻ ശേഷി കാണിക്കാത്ത എം സ്വരാജ് ഒരു തികഞ്ഞ മതേതരവാദിയാണെന്ന് ഏതെങ്കിലും പഴയകാല SFI പ്രവർത്തകരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ വല്ലാതെ കുഴലൂത്ത് നടത്തിയാൽ അംഗീകരിക്കാൻ പൊതുസമൂഹം തയ്യാറാകില്ല. മലപ്പുറം ജില്ലയെ തന്നെ ഒന്നാകെ വീഴ്ത്തി കാണിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനവും അതിനുശേഷം വന്ന ഹിന്ദു പത്രത്തിലെ വാർത്തയും എം സ്വരാജ് വായിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഹിന്ദു പത്രം തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ RSSന്റെ PR ഏജൻസിയുടെ വാർത്താക്കുറിപ്പിലും അദ്ദേഹത്തിന് അഭിപ്രായമില്ല. പിന്നെ ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം സംഘപരിവാർ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്? ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസുകാരൻ വടകരയിൽ മത്സരിച്ചപ്പോൾ ഷാഫിയുടെ വിജയം വർഗീയതയുടെ വിജയമായിരിക്കുമെന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ച സാംസ്കാരിക നായകന്മാരും ചരിത്ര ഗവേഷകരുമായിട്ടുള്ള സൈബർ സഖാക്കന്മാർ മുതൽ ഉന്നത AKG സെന്റർ അടിമകൾ വരെയുള്ളവരെ തിരുത്താൻ എം സ്വരാജിന്റെ നാവ് ഉയർന്നത്